കീം പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ. കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്തുണ നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന ഫോർമുല നടപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. നിലവിലെ കീമിലെ ഘടന CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലവും തങ്ങളോട് അനീതി കാണിക്കുന്നതുമാണെന്നുമാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ പരാതി. നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ അത് മാറ്റണം. സർക്കാർ വരുത്തിയ മാറ്റം നീതിയുക്തമായിരുന്നു, എന്നാൽ അത് നടപ്പാക്കാതെ വന്നു. ആദ്യം റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നീട് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നോട്ട് പോയതിൽ മനോവിഷമം ഉണ്ടായെന്നും വിദ്യാർത്ഥികൾ. സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന മലയാള ഐക്യവേദി. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഒരുപാട് സമയം കടന്നു പോവുകയും ചെയ്തു. ഇനി സർക്കാർ ഇതിൽ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘടനയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള പിന്തുണ വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കണം എന്നുള്ളതാണ്. കീമിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സർക്കാരിനെതിരെ പ്രതിപക്ഷം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു. സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അവകാശവും വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് SFI. ചിലരുടെ എതിർപ്പ് പ്രകാരം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും വേണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 24 തിരുവനന്തപുരം.